നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങുകയാണ്. പശ്ചാത്തലം പറയാം. ഏറ്റുമാനൂരിൽ ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത് ഇന്നും നമ്മൾ ഓരോരുത്തരെയും അലട്ടുന്ന ഒരു വാർത്തയാണ്. ഷൈനിയും മക്കളായ അലീനയും ഇവാനയും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല. ഷൈനിയുടെ തീരുമാനത്തിന് പിന്നിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഭർത്താവിൽ നിന്നും ഏറ്റ അവഗണനകളാണ് അതിലേറ്റവും പ്രധാനമായി നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയെങ്കിലും അവൾക്ക് ജനിച്ചു വളർന്ന വീട്ടിൽ ഒരിടം വേണ്ടേ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അവിടെ അവളും മക്കളും എങ്ങനെ അന്യരാകും? ന്യൂസ് 3 പരിശോധിക്കുകയാണ്. അവളുടെ ഇടം എവിടെ? പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 04713542 ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തക ഗീത നസീർ, സാമൂഹിക നിരീക്ഷക മാളവിക ബിന്നി എന്നിവരാണ്. രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്രീമതി ഗീത, താങ്കൾ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ പലർക്കും ഒരു 70% സ്ത്രീകൾ ഈ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. ബാക്കി 30%, ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്, ബാക്കി 30% അവർക്ക് ഇതെന്താണ് ഈ വിഷയം എന്നതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആ 30% നമ്മൾ വിടുകയാണ്. ബാക്കി ആ 70% വേണ്ടി നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു. അതേസമയം ഈ 90% ആണുങ്ങളും അല്ലെങ്കിൽ പുരുഷന്മാരും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഈ ഒരു ക്യാമ്പയിൻ്റെ എന്ന് ചോദിക്കുന്നവരുമാണ്. അപ്പോൾ എന്തായാലും ആ 70% നമ്മുടെ പ്രേക്ഷകർ, നമ്മൾ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ശ്രീമതി ഗീതയിലേക്ക് പോകുന്നു. ഗീത, താങ്കൾ ഷൈനിയുടെ വീട്ടിൽ മരണശേഷം പോയ ആളാണ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടെ എന്തായിരുന്നു? ഞാനിപ്പോഴും ചോദിക്കുന്നു, ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു, ആത്മഹത്യ അവസാനത്തെ വാക്കാണ്, അതിലേക്ക് പോകുന്നതിന് മുൻപ് അവളുടെ വീട്ടിൽ എന്തുകൊണ്ട് അവൾ സുരക്ഷിതയായിരുന്നില്ല? എന്തുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ആദ്യമായി ഈ വിഷയം എടുത്തതിന് ന്യൂസ് 8 ഞാൻ അഭിനന്ദിക്കാം. ഇപ്പോഴെങ്കിലും ഇത് എടുത്തല്ലോ. അപ്പൊ അവളുടെ വീട് എവിടെയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ഈ വീടെന്ന് പറയുന്നത് എവിടെയാ വീട് കിടക്കുന്നത്? വീട് എന്ന് പറയുന്നത് നമ്മളെ കുടുംബമാണല്ലേ. ആ കുടുംബം എങ്ങനെയാണ് നിർണയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ? ഒരു ഷൈനയുടെ വിഷയത്തിന്റെ മുകളിലാണെങ്കിലും നമ്മളിത് തുറന്നല്ലോ ഈ ഒരു വിഷയം. അത് വലിയ കാര്യം. ഈ കുടുംബത്തിനകത്തെ അവസ്ഥ എന്താണെന്ന് ആരും അന്വേഷിക്കുന്നു. നമ്മള് തൊലിപ്പുറത്ത് ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. വളരെ ആഴത്തില് കേരളത്തിലെ കുടുംബാവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സർജറി അവിടെ ആവശ്യം. ഇപ്പൊ ഞാന് ഷൈനയുടെ വീട്ടിൽ ഞങ്ങൾ പോയി. ഞങ്ങള് മേഴ്സി അലക്സാണ്ടറും സുജാ സുസിന്ദറും ഞങ്ങൾ 3 പേരും കൂടെയാണ് അവിടെ പോയത്. അവിടെ ആരും ആ സമയം വരെ അവര് സ്ത്രീ സംഘടനകളോ അങ്ങനെ ആരും ഇവിടെ എത്തിയിരുന്നു. അപ്പൊ ഒരുപാട് കഥകൾ ആ കുടുംബം അതിലൊരു പ്രതിയാക്കപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടക്കുന്ന സമയത്താണ് എന്താണെന്ന് അറിയാൻ ഞങ്ങൾ അവിടെ പോയത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, ഷൈനയുടെ കാര്യത്തിലെങ്കിലും മിനിമം അവര് ജനിച്ചു വളർന്ന മതം, ആ വിശ്വാസം, അത് ഒരു വില്ലനായി തന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാവും. സ്വത്തവകാശം എന്ന് പറയുന്നതിനെ കുറിച്ച് വലിയൊരു ചർച്ച തുറന്നു വിട്ടത് മേരി റോയ്. മേരി റോയ് ഫൈറ്റ് ചെയ്തു, തുല്യ സ്വത്തവകാശത്തിനുള്ള ഇതൊക്കെ നേടിയെടുത്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല ഇപ്പോഴും. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോഴും ആ മതത്തിനകത്ത് സ്ത്രീകൾക്ക് ഇപ്പോഴും അന്യമായ ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു രീതിയിലേ അല്ല അത് പോകുന്നു. ആ ഒരു കാര്യം ഇതിനകത്ത് തീർച്ചയായും ഷൈനിയെ വേട്ടയാടി. ഷൈനി വിവാഹം കഴിച്ചു പോയ ഭർത്താവിന്റെ വീട്ടിൽ അവൾ നേരിട്ട പീഡനം, അത് നമ്മൾ പൊതുവായി കാണുന്നത് അതൊരു മതത്തിനകത്തുള്ള മാത്രം വിഷയമാണ്. ഇത് കേരളത്തിലെ 90% വീടുകളിലും ഇപ്പൊ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഒരുപാട് സർവേകൾ നടത്തിയിട്ടുണ്ട് പല സംഘങ്ങളും. ഇപ്പം കുടുംബശ്രീയുടെ സ്നേഹിത അടക്കം പല രീതിയിലുള്ള സർവേ നടത്തിയിട്ട് കേരളത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ സർവേക്ക് വിധേയമായ എല്ലാ സ്ത്രീകളും തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. അവരേറ്റവും അധികം പീഡനങ്ങൾ, ശാരീരിക മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് പങ്കാളിയിൽ നിന്നാണ്, അടുത്ത ബന്ധുക്കളിൽ നിന്നാണ്. എന്ത് സന്ദേശമാണ് അത് നമുക്ക് നൽകുന്നത്? നമ്മൾ ഈ പുറത്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പുരോഗമനവും നമ്മൾ വിദ്യാഭ്യാസം നേടി, സാക്ഷരത നേടി, തൊഴിലുണ്ട്, സ്ത്രീകൾ കൂടുതൽ രംഗത്ത് വരുന്നു, 55% സ്ത്രീ
സംവരണത്തിൽ കൂടി അധികാരത്തിലും. പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നിയന്ത്രിക്കുന്നത് യാഥാസ്ഥികമായ 18ാം നൂറ്റാണ്ടിന്റെയും 19ാം നൂറ്റാണ്ടിന്റെയും ചിന്തകളാണ്. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് സ്ത്രീയുടെ അവകാശം അല്ലെ ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് കുടുംബം സ്ത്രീയെ കാണുന്നത്, അതിന് വലിയൊരു റോൾ. ഇപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഷൈനയുടെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു താമസിക്കുന്ന വീട്ടിൽ അവൾക്ക് ഇടമില്ല, അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ അവൾക്ക് ഇടമില്ല. എങ്ങനെയാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഒരു സ്ത്രീ? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾ നടക്കുന്നത്? ഇതെന്താ ആരും പരിശോധിക്കാത്തത്? എത്ര ധൂർത്ത് നടക്കുന്നു. അതൊരു കച്ചവട കേന്ദ്രമല്ലേ വിവാഹം എന്ന് പറയുന്നത്? അതിന് ജാതിയും മതവും കച്ചവടക്കാരും തുണിക്കച്ചവടക്കാരും എല്ലാവരും കൂട്ടുനിൽക്കുകയല്ലേ? ഒരു വിൽപ്പന ചരക്കാക്കി സ്ത്രീയെ മാറ്റുകയല്ലേ അവിടെ? അതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയുന്നുണ്ട്. അതെല്ലാം നമ്മൾക്ക് വേണം, നമുക്കെല്ലാം വേണം. സ്ത്രീ സുരക്ഷിതയായിരിക്കണം. എങ്ങനെ വരും അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ, അങ്ങനെ ഒരു പൊതുബോധം, അങ്ങനെ ഒരു സാമൂഹ്യ ബോധം നിലനിൽക്കുന്ന ഒരു പരിസരത്തിൽ നിന്ന് എങ്ങനെയാണ് സുരക്ഷിതയായ ഒരു സ്ത്രീ ഉണ്ടാവുക? എങ്ങനെയാണ് സുരക്ഷിതമായ ഒരു കുടുംബം ഉണ്ടാകുക? കുടുംബത്തിനകത്തെ ജനാധിപത്യം എന്താണ്? ജോലി ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, അതിനകത്ത് ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനധികാര മേൽക്കോയ്മ എന്ന് പറയുന്നത് പ്രകടമല്ലേ? എല്ലാ കാര്യവും അത് പ്രകടമാണ്, അത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും സ്ത്രീ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ടാണ്. പിന്നെ സ്ത്രീക്ക് ഒരു തൊഴിലുണ്ടെങ്കിൽ അവസ്ഥ വ്യത്യാസമായിരിക്കും. തീർച്ചയായിട്ടുമാണ്. ഷൈനയുടെ കാര്യത്തിൽ നമുക്കത് തോന്നിയതാണ്. ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ, അവള് പഠിച്ച കുട്ടിയാണ്, അവള് BSc നഴ്സിംഗ് കഴിഞ്ഞു, അവൾക്ക് തൊഴിലെടുക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം ശ്രീമതി ഗീത നസീർ. കാരണം തൊഴിലുണ്ടെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ